മലനിരകളിൽ ഏറ്റവും വശ്യമായൊരിടമാണ് വയനാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു പതിറ്റാണ്ടായതേയുള്ളൂ വയനാട് മണ്ഡലം രൂപീകരിച്ചിട്ട്. അന്നു തൊട്ടിതുവരെ കയ്യുറപ്പാണ് വയനാടിന് കൂടുതൽ. ഇത്തവണ വയനാട്ടിലെ രാഷ്ട്രീയ ചിത്രം എന്താകും? എന്താണ് വികസന ചർച്ചകൾ? താമരശ്ശേരി അടിവാരത്തെത്തി ചുരം കയറുമ്പോൾ തന്നെ ആരംഭിക്കും വയനാടിന്റെ ആകർഷണീയത. ആരുടെയും മനം മയക്കുന്ന പ്രകൃതി. കാടും തടാകവും വെള്ളച്ചാട്ടവും വയലുമെല്ലാം വയനാടിന്റെ പ്രകൃതിയുടെ ഭാഗം മാത്രം. 1980 വയനാട് ജില്ല രൂപീകരിച്ചു. അതിനും 29 വർഷങ്ങൾക്ക് ശേഷമാണ് വയനാടിന്റെ പേരിൽ ഒരു ലോക്സഭാ മണ്ഡലം രൂപീകരിക്കുന്നത്. 2009 ഒരു പതിറ്റാണ്ടിനിടെ നടന്ന 2 തെരഞ്ഞെടുപ്പിലും UDF-നൊപ്പം കൈയുയർത്തി നിന്നു വയനാട്. ചുരം കയറിയാൽ മാത്രം പോരാ, ചുരമിറങ്ങുകയും വേണം മണ്ഡലചിത്രം പൂർണ്ണമാകാൻ. കോഴിക്കോടിന്റെയും വയനാടിന്റെയും മലപ്പുറത്തിന്റെയും മിശ്രണം. വയനാട് ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങൾ, മലപ്പുറം ജില്ലയിലെയും 3 മണ്ഡലങ്ങൾ, കോഴിക്കോട് ജില്ലയിലെ 1 നിയമസഭാ മണ്ഡലവും. അങ്ങനെയാണ് വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് ആദ്യം ചുരമിറങ്ങി ലോക്സഭയിലെത്തിയത് MI ഷാനവാസ്. വലിയ ഭൂരിപക്ഷത്തിലാണ് അന്ന് MI ഷാനവാസിനെ വയനാട്ടിലെ ജനങ്ങൾ ലോക്സഭയിലേക്ക് എത്തിച്ചത്. വയനാട് ജില്ലയിലെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മലപ്പുറത്തെ വണ്ടൂർ, നിലമ്പൂർ, ഏറനാട്, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. കുടിയേറ്റ കർഷകരുടെ ഭൂമി കൂടിയാണ് വയനാട്. താമരശ്ശേരി ചുരത്തിന് താഴെയും മുകളിലുമായി കിടക്കുന്ന മണ്ഡലത്തിൽ 60% പേരും കൃഷിയോ അതിനനുബന്ധമായ ജോലികളിൽ നിന്നോ വരുമാനം കണ്ടെത്തുന്നവരാണ്. കർഷകന്റെ വിയർപ്പ് കണ്ണീരുപ്പായി മാറുന്ന കാലമാണ്. നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് കർഷകൻ. കൃഷി ഉപജീവനമായുള്ള ജനത കടക്കെണിയിലാണ്. കർഷകരുടെ പ്രശ്നങ്ങളും വയനാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയം തന്നെയാകും. കാരണം നിരവധി കർഷകരാണ് കടക്കണിയിലായിട്ടുള്ളത്. നേരത്തെ 20,000 ഹെക്ടർ വയൽ വയനാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 5,000 ഹെക്ടർ മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട്. പ്രതിസന്ധിയിലായ കർഷകർ ഏത് രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതും ചർച്ച ചെയ്യണം. നെൽവയലിന്റെ വിസ്തീർണം കുറഞ്ഞത് മാത്രമല്ല കർഷകന്റെ പ്രശ്നം. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് വിളകളെല്ലാം നശിച്ചു. പ്രളയം തകർത്തെറിഞ്ഞു വയൽനാടിനെ. വരുമാനം കുത്തനെ കുറഞ്ഞു. ബാങ്ക് വായ്പ കുടിശ്ശികയായതോടെ ജപ്തി നോട്ടീസ് ലഭിച്ച കർഷകർ നിരവധിയാണ്. കർഷകന് 6,000 രൂപ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചെങ്കിലും ഇതിന്റെ രാഷ്ട്രീയം ഇവർ തിരിച്ചറിയുന്നുണ്ട്. കാർഷിക മേഖലയ്ക്ക് എല്ലാ സർക്കാരുകളും ഭരണത്തിൽ കയറിക്കഴിഞ്ഞാൽ കർഷകനെ അവഗണിക്കുന്നൊരു പരിസ്ഥിതിയാണ് എല്ലാ കാലത്തും ഉണ്ടായത്. ഇപ്പം നിലവിലുള്ള NDA സർക്കാർ ആണെങ്കിലും ഈ കഴിഞ്ഞ 5 വർഷം തീരാനാവുമ്പോൾ നാമാവശേഷമായ ചെറിയൊരു സംഖ്യ 6,000 രൂപ ഒരു വർഷം കർഷകന് കൊടുത്തുകൊണ്ട് കർഷകൻ്റെ വോട്ട് നേടുക എന്നുള്ള ഒരു സ്ഥിരം ഒരു തട്ടിപ്പായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അപ്പോൾ കർഷകന് നിലനിൽക്കണമെങ്കിൽ അവൻ്റെ നിലവിലുള്ള കടങ്ങളെല്ലാം ഒഴിവാക്കുന്ന രീതിയിലുള്ളൊരു സംവിധാനം ഗവൺമെൻറ് ചിന്തിക്കേണ്ടതാണ്. ഇനി അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒരു 2-3 വർഷത്തെ പലിശ ഒഴിവാക്കിക്കൊണ്ട് കർഷകനെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരുകൾക്കുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാഷ്ട്രമായ ഇന്ത്യയിൽ കർഷകന് വേണ്ടി ഒരു ബജറ്റ് പോലും പാസ്സാകാത്ത രാജ്യമാണ്. ഒരു നയപരിപാടി കർഷകൻ്റെ കാര്യത്തിൽ ഇല്ല എന്നതാണ്. ഇന്ത്യ ഒട്ടുക്ക് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്ത് കർഷകരുടെ ദുരിതങ്ങളാണ്. വയനാടിനെ സംബന്ധിച്ച് ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ സംഭവിച്ചതുപോലെ വയനാടും ഒരു കാർഷിക മേഖല എന്ന മട്ടിൽ വയനാട് കാർഷിക വൃത്തി കൊണ്ട് പുലരുന്നവരാണ് മഹാഭൂരിപക്ഷവും.
ആ ആളുകൾ കടുത്ത പ്രതിസന്ധിയിലാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എന്നതുപോലെ. അപ്പോൾ ഇത്തവണ എനിക്ക് തോന്നുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഉത്തരേന്ത്യയിലെ കർഷകർ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രക്ഷോഭങ്ങളുണ്ട്. ആ പ്രക്ഷോഭങ്ങളെ എന്താ പറയുക, അതിൻ്റെ ഒരു ഭാഗമാകാതിരിക്കാൻ വാസ്തവത്തിൽ വയനാട്ടിലെ കർഷകർക്കും കേരളത്തിലെ കർഷകർക്കും പറ്റില്ല. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ തവണത്തെ നല്ല എക്കാലത്തെയും വലിയ പ്രശ്നം കാർഷിക മേഖലയുടെ ഒരു തകർച്ചയാണ്. കർഷകർക്ക് ജീവിക്കാനും അതിജീവിക്കാനും കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ അത് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്ന ഒരു വലിയ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. വോട്ട് ചെയ്യുമ്പോൾ ആരെ തിരഞ്ഞെടുക്കണമെന്ന് നിർബന്ധിക്കുന്ന ഒരു ഘടകം അതായിരിക്കാം. ഒപ്പം സംസ്ഥാനത്ത് മാറി മാറി വരുന്ന സർക്കാരുകൾ കർഷകരോട് കാട്ടുന്ന അവഗണനയും ഇവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ 92% കർഷകരുടെയും ആധാരങ്ങൾ ബാങ്കിലാണ്. പരിപൂർണമായ കടബാധ്യതയുള്ള ഒരു ജില്ലയാണ്. ഇന്ത്യയിൽ വിദർഭ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ ചെയ്യുന്ന ജില്ല വയനാട് ജില്ലയാണ്. 2000-ൽ പരം കർഷകർ ഈ കഴിഞ്ഞ 15 വർഷം കൊണ്ട് കടബാധ്യത കൊണ്ട് വയനാട് ജില്ല ആത്മഹത്യ ചെയ്തു. ഈ കഴിഞ്ഞ 5 മാസം കൊണ്ട് 5 കർഷകരാണ് വയനാട് ജില്ലയിൽ ആത്മഹത്യ ചെയ്തത് കടബാധ്യത കൊണ്ട്. അപ്പോൾ ഇത്രയും രൂക്ഷമായ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇടതുപക്ഷ സർക്കാർ ഇതൊന്നുമില്ലാത്ത കുട്ടനാടിന് പാക്കേജ് അനുവദിച്ചു. പക്ഷെ പ്രതിസന്ധിയുള്ള വയനാട് ജില്ലയിൽ ഒന്ന് തിരിഞ്ഞു നോക്ക് പോലും സർക്കാർ ചെയ്യുന്നില്ല എന്നത് ഇത് ശരിക്കും വോട്ടിനെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആദിവാസികളുടെ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടവും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. കാരണം സർക്കാരിൻ്റെ കണക്കിൽ മാത്രം 7000-ഓളം ആദിവാസികളാണ് ഭൂരഹിതരായി വയനാട്ടിലുള്ളത്. അനൗദ്യോഗിക കണക്കുകളിൽ അത് 20,000-ഓളം വരും. വയനാട്ടിലെ ജനസംഖ്യയിൽ 17% ആദിവാസി വിഭാഗക്കാരാണ്. ഇവരുടെ പ്രശ്നങ്ങൾ പഴയതിലും രൂക്ഷമായി ഇന്നും തുടരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഭൂമിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും അവർ തുടരുകയാണ്. അതിനിടയിലാണ് വനത്തിനുള്ളിൽ നിന്ന് ആദിവാസികളെ ഒഴിപ്പിക്കാനുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവും എത്തുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം അവശേഷിക്കുകയും തെരഞ്ഞെടുപ്പുകളിൽ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെയും അവസ്ഥ. ആദിവാസികളെ ഒപ്പം കൂട്ടാനുള്ള നീക്കമായിരിക്കും മുന്നണികൾ ഈ തെരഞ്ഞെടുപ്പിലും വയനാട്ടിൽ നടത്തുക. ആദിവാസികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശരിക്കും ഈ ഭൂപ്രശ്നം തന്നെയായിരിക്കും. ഇപ്പോൾ ഭൂരഹിതരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ശരിക്കും ഭൂരഹിതരായിട്ടുള്ളത്. അപ്പോൾ ഈ ആളുകൾക്കൊക്കെ ഭൂമിയിൽ ജീവിക്കാനുള്ള മൗലിക അവകാശം ഉണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ടും ഭൂപ്രശ്നവും ഇപ്പോൾ വന്നിട്ടുള്ള സുപ്രീം കോടതിയുടെ റിവ്യൂ പെറ്റീഷൻ്റെ ഒരു ഉത്തരവ് അനുസരിച്ചിട്ടുള്ള ആദിവാസികളുടെ കുടിയിറക്ക് വിഷയവും ഇത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായിട്ട് വരും. അത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പുമായിട്ട് ഉന്നയിക്കാനും വ്യാപകമായ രീതിയിൽ ആദിവാസി ഗ്രൂപ്പുകളും സംഘടനകളും അത്തരം ഒരു നീക്കവും വളരെ സജീവമായിട്ട് നടത്തുന്നുണ്ട്. എന്തായാലും വളരെ സജീവമായിട്ട് ഈ കാര്യം ഉണ്ടാവും ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ. മണ്ഡലത്തിന് പറയാൻ ഒരു പതിറ്റാണ്ടിന്റെ ചരിത്രമേ ഉള്ളൂ. ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന 2009-ൽ തങ്ങൾ ആർക്കൊപ്പമാണെന്ന് വയനാട് ഊന്നി പറഞ്ഞു. മത്സരങ്ങളിൽ തോൽവി മാത്രമറിഞ്ഞതിനു ശേഷം മറ്റൊരംഗത്തിനായി കഴിഞ്ഞ വർഷം അന്തരിച്ച MI ഷാനവാസ് UDF-ന് വേണ്ടി ചുരം കയറി. ഫലം വന്നപ്പോൾ ഭൂരിപക്ഷത്തിൽ ഷാനവാസിനെ മുൻപന്തിയിൽ നിർത്തി വയനാട്ടുകാർ. ഭൂരിപക്ഷം 1,53,439 വോട്ട്. കോൺഗ്രസിൽ നിന്ന് പിണങ്ങിപ്പിരിഞ്ഞ് NCP ടിക്കറ്റിൽ K മുരളീധരനും മത്സരിച്ചപ്പോഴാണ് MI ഷാനവാസിന്റെ ഭൂരിപക്ഷം 1,00,000-ന് മുകളിൽ പോയത്. ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 2009-ൽ ഒരു UDF-ന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിരുന്നു. അന്ന് ഒരു സ്ഥാനാർത്ഥി K മുരളീധരൻ ഒരു മൂന്നാം സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. അന്ന് പ്രഥമമായി വന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉജ്ജ്വലമായ വിജയം ഉണ്ടായിരുന്നു. 3 കൊല്ലത്തെ LDF അന്ന് ആ കാലഘട്ടത്തിലെ LDF-ന്റെ ഭരണത്തിനെതിരായിട്ടുള്ളൊരു വിജയത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പ്രത്യേകിച്ച് താമരശ്ശേരി ബിഷപ്പിനെ പോലെയുള്ള ആളുകളെ പറ്റി CPM-ന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞ കമാൻഡുകൾ, അതുപോലെ മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠപുസ്തകം ഇറക്കി അന്ന് വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കിയ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് MI ഷാനവാസ് ആദ്യമായിട്ട് വരുന്നത്. ആ സമയത്താണ് അന്ന് ഈ മണ്ഡലത്തിലടക്കം എല്ലാ മണ്ഡലത്തിലും നല്ല വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇടതുമുന്നണിയിൽ CPIക്ക് നീക്കിവെച്ചതാണ് വയനാട് സീറ്റ്. 2009-ൽ മത്സരരംഗത്തുണ്ടായിരുന്നത് അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള. പിന്നീട് മുസ്ലിം ലീഗിലേക്ക് കൂടുമാറിയ റഹ്മത്തുള്ളക്ക് ലഭിച്ചത് 2,57,264 വോട്ടുകൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ൽ നിന്ന് MI ഷാനവാസ് തന്നെ വീണ്ടും ചുരം കയറിയെത്തി.
മണ്ഡലത്തിൽ കാണാനില്ലാത്ത MP എന്ന രീതിയിലുള്ള പ്രചാരണമായിരുന്നു ഷാനവാസിനെ കാത്തിരുന്നത്. CPI കരുത്തനായ നേതാവിനെ തന്നെ മത്സരത്തിനിറക്കി. കർഷകരുടെ പ്രശ്നങ്ങൾ കത്തിനിന്ന ആ സമയത്ത് കിസാൻ സഭാ നേതാവ് സത്യൻ മൊകേരി വയനാട്ടിലിറങ്ങി. കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുകളിന്മേൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കർഷകരോഷം അണപൊട്ടിയൊഴുകിയ സമയത്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. എന്നിട്ടും വയനാട് കീഴടക്കാൻ ഇടതുമുന്നണിക്ക് സാധിച്ചില്ല. വയനാട് ശ്രീ MI ഷാനവാസിൻ്റെ ആദ്യത്തെ ഇലക്ഷനിൽ അയാൾക്ക് 1.5 ലക്ഷത്തോളം വോട്ട് കിട്ടി. രണ്ടാമത്തെ ഇലക്ഷൻ വന്നപ്പോൾ ഞങ്ങൾ പ്രതികൂലമായ സാഹചര്യത്തിലാണ് ആ ഇലക്ഷൻ. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനും കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനും ഞങ്ങൾ വളരെ പ്രതികൂലമാണ് വയനാട്. സൂര്യരംഗനും ഗാഡ്ഗിലും എല്ലാം കൂടിയായിട്ട് ഏറ്റവും പ്രതികൂലമായി ബാധിച്ചത് കോൺഗ്രസിനെയാണ്, UDFനെയാണ്. ആ സാഹചര്യങ്ങളൊക്കെ മാറി. അത് നമ്മൾ തന്നെ നമ്മുടെ കാലത്ത് തന്നെ ഉമ്മൻ കമ്മിറ്റി വെച്ച് അന്വേഷണം നടത്തി കേന്ദ്രത്തിൽ അതിൻ്റേതായ റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ട് ഏകദേശം അംഗീകരിച്ചതോടുകൂടി ആ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ അനുകൂലമായൊരു അന്തരീക്ഷം. അതിൻ്റെ മുമ്പത്തെ കഴിഞ്ഞ ഇലക്ഷൻ ഈ ഭൂമിയൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെടും, ഞങ്ങൾ വഴിയാധാരമാവുന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു മലയോരത്തിലുള്ള കൃഷിക്കാർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇടതുപക്ഷം കരുത്തു കാട്ടിയപ്പോൾ വയനാടൻ കാറ്റിന് വലത്തോട്ടുള്ള ചായ്വ് കുറഞ്ഞു എന്നതാണ് വാസ്തവം. ഷാനവാസിന്റെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു. 20,870 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഷാനവാസിന് ലഭിച്ചത്. മാനന്തവാടി, ബത്തേരി നിയമസഭാ മണ്ഡലങ്ങളിൽ ഷാനവാസ് 8,000-ഓളം വോട്ടുകൾക്ക് പിന്നിലായി. കൽപ്പറ്റയിൽ ലഭിച്ചത് 1,880 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം. ഷാനവാസിനെ കൈപിടിച്ചുയർത്തിയത് ലീഗിന്റെ ശക്തികേന്ദ്രങ്ങൾ. ഏറനാട് 18,838 വോട്ടും വണ്ടൂരിൽ 12,267 വോട്ടും ഭൂരിപക്ഷം ഷാനവാസിന് ലഭിച്ചു. ഇടതു സ്വതന്ത്രനായി മത്സരിച്ച് നിയമസഭയിലെത്തിയ നിലമ്പൂരിലെ MLA PV അൻവറും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വയനാട് മണ്ഡലത്തിൽ അംഗത്തിനുണ്ടായിരുന്നു. 2009 നേർക്കുനേരെയുള്ള പോരാട്ടത്തിൽ LDF പരാജയപ്പെട്ടത് 1.5 ലക്ഷം വോട്ടിനാണ്, 1,53,000 വോട്ടിനാണ്. അന്ന് ഒറ്റയ്ക്ക് മത്സരിച്ച DIECയുടെ അന്നത്തെ നേതാവ് മുരളീധരൻ 1 ലക്ഷത്തോളം വോട്ട് പിടിച്ചിട്ടുണ്ട്. അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 2.5 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് അന്ന് പരാജയപ്പെട്ടെന്ന് കാണാൻ കഴിയും. ആ പരാജയത്തെയാണ് 2014 ഇടതുപക്ഷ മുന്നണി സഖാവ് സത്യൻ മൊകേരിയെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് കേവലം 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവർക്ക് എടുക്കാൻ കഴിഞ്ഞു. ഈ ജില്ലയ്ക്കകത്ത് LDF ഭൂരിപക്ഷം നേടിയത്. ഈ 3 മണ്ഡലങ്ങളിൽ ഇവിടെ നമ്മളാണ് ഭൂരിപക്ഷം നേടിയത്. അത് കാണിക്കുന്നത് എന്താ? അത് കാണിക്കുന്നത് ജനതാല്പര്യമനുസരിച്ച് അവരുടെ ഹിതമനുസരിച്ച് ഒരു മികച്ച സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതിന് പിന്തുണ ഇവിടെ ലഭിക്കുന്നുള്ളതാണ്. ചെറിയ ഒരു വ്യത്യാസത്തിനല്ലേ അന്ന് നഷ്ടപ്പെട്ടു പോയത്. നിയമസഭാ മണ്ഡലങ്ങളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ 7-ൽ 4 LDFനാണ് ഭൂരിപക്ഷം. എന്നാൽ വോട്ടിന്റെ കണക്ക് നോക്കിയാൽ മണ്ഡലങ്ങൾ മുഴുവൻ UDFനൊപ്പം നിൽക്കും. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ 7-ൽ 4 വിജയം LDFന്. കൽപ്പറ്റ, മാനന്തവാടി, നിലമ്പൂർ, തിരുവമ്പാടി മണ്ഡലങ്ങളിൽ LDF മുൻതൂക്കം നേടി. സുൽത്താൻ ബത്തേരിയും ഏറനാടും വണ്ടൂരും 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ UDFന് ലഭിച്ചു. അതായത് നിയമസഭയിലെ വോട്ടുകൾ കൂട്ടിയാൽ മണ്ഡലത്തിന് ചായ്വ് വലത്തോട്ട് തന്നെ. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ആ സീറ്റുകളിലൊക്കെ അദ്ദേഹം പിന്നിപ്പോയി. അവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും UDF പരാജയപ്പെട്ടു, മാനന്തവാടി പരാജയപ്പെട്ടു, അതുപോലെ തന്നെ കൽപ്പറ്റയിൽ പരാജയപ്പെട്ടു. അതിൻ്റെ തുടർച്ചയെന്നുള്ള ഒരു റിസൾട്ടാണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വന്നിട്ടുള്ളത്. നേരെ മലപ്പുറം ജില്ലയിൽ വണ്ടൂരും ഏറനാടും നിലമ്പൂരും ആണ് അദ്ദേഹത്തിന് ഭൂരിപക്ഷം ലഭിച്ച്, തിരുവമ്പാടി ഭൂരിപക്ഷം ലഭിച്ചതുകൊണ്ടാണ് അദ്ദേഹം വിജയം വരിച്ചത്. ദേശീയ രാഷ്ട്രീയത്തിലെ ചലനങ്ങൾക്കൊപ്പം വയനാട് ചർച്ച ചെയ്യുന്ന നിരവധി പ്രശ്നങ്ങൾ കൂടിയുണ്ട്. MI ഷാനവാസിന്റെ മരണത്തിന് ശേഷം മണ്ഡലത്തിന് ഒരു MP ഇല്ല. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം എത്തുന്ന തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായ ആരോപണങ്ങൾക്ക് മൂർച്ച കുറവാണ്. എന്നാൽ പോലും മണ്ഡലത്തിനായി MP ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് LDFന്റെ കുറ്റപ്പെടുത്തൽ. അതിലൊന്നാണ് ബന്ദിപ്പൂർ വഴി വയനാട്ടേക്കുള്ള ദേശീയപാതയിലെ രാത്രിയാത്രാ നിരോധനത്തിന്റേത്. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയെന്ന വയനാടുകാരുടെ ആവശ്യത്തിനും പഴക്കമേറെയുണ്ട്. രാത്രി യാത്രാ നിരോധനം നീക്കാൻ MP ഒന്നും ചെയ്തില്ല എന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം. വയനാട്ടിലേക്ക് റെയിൽവേ ഗതാഗതം കൊണ്ടുവരാനും നടപടിയായില്ല.
വിവാദങ്ങൾ കൊഴുക്കുകയാണ്. ഇതിനെല്ലാം തന്നെ UDFന് മറുപടിയുമുണ്ട്. MP പരേതനായി എന്നുള്ള കാര്യത്തിൽ അന്തരിച്ചു എന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നില്ല. പക്ഷേ ഒരു MP എന്ന നിലക്ക് വയനാടിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് ആ കാര്യങ്ങൾ പരിഹരിക്കുന്നതിൽ വേണ്ടത്ര വിജയിച്ചില്ല നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് യാത്രാ നിരോധനം. കേന്ദ്ര ഗവൺമെൻറ്റും MP-യുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വയനാടിൻ്റെ റെയിൽവേ വിഷയങ്ങൾ. കേന്ദ്ര ഗവൺമെൻറ്റിൽ നേരത്തെ ആദ്യ MP ആയിരുന്നപ്പോൾ അദ്ദേഹം UPA ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. അന്നൊന്നും ആ വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരളത്തിലെ ഗവൺമെൻറ് ആവട്ടെ ഇപ്പോൾ കർണാടകയിലെ യാത്രാ നിരോധനം പരിഹരിക്കുന്നതിന് വേണ്ടി കർണാടകയിൽ പാലം പണിയാൻ 250 കോടി രൂപ കേരളത്തിലെ ഗവൺമെൻറ് കൊടുക്കുക എന്ന് സുപ്രീം കോടതി അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും അനുകൂലമായ നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റെയിൽവേയുടെ കാര്യത്തിൽ കർണാടക ഗവൺമെൻറ് പൂർണ്ണ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ റെയിൽവേ നമുക്ക് വയനാട്ടിലൂടെ കൊണ്ടുവരാൻ വേണ്ടി കഴിയും. 2 റെയിൽവേ പാതകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒന്ന് തലശ്ശേരി മൈസൂരും മറ്റൊന്ന് നഞ്ചൻകോട് നിലമ്പൂരും. രണ്ടും പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ ഗവൺമെൻറ് രണ്ടും നടപ്പിലാക്കാനുള്ള തീരുമാനമാണ്. ഈ ബജറ്റിൽ 2 പുതിയ റെയിൽവേ പാതകൾ മാത്രമേ കേരളത്തിലെ ഗവൺമെൻറ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഇത് 2 എണ്ണവുമാണ്. ലോക്സഭാ മണ്ഡലത്തിനെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ പാത. കാരണം നിലമ്പൂർ അടക്കമുള്ള വണ്ടൂർ അടക്കമുള്ള പ്രദേശങ്ങൾ ഈ ലോക്സഭാ മണ്ഡലത്തിൽ പെടുകയും വയനാടിൻ്റെ 3 മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഒരു റെയിൽവേ പാത വന്നിരുന്നെങ്കിൽ വയനാടിൻ്റെ നല്ലൊരു വികസനം ഈ ലോക്സഭാ മണ്ഡലത്തിനുണ്ടാകുമായിരുന്നു. അത് സാധ്യമായില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിലെ വലിയൊരു പ്രചരണമാക്കി മാറ്റും. ഈ വിമർശിക്കുന്ന ആളുകൾ കുറച്ചുകൂടി ആഴത്തിൽ ഒരു പഠനം നടത്തേണ്ടതുണ്ട്. 2009 യാത്രാ നിരോധനം കർണാടക ഹൈക്കോടതി ശരിവെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും കർണാടക ഹൈക്കോടതി ചാമരാജനഗരുടെ കളക്ടറുടെ ഓർഡർ ശരിവെച്ചപ്പോൾ അത് സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ 2010 മുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഒരു പ്രഗത്ഭനായ ഒരു വക്കീലിനെ സുപ്രീം കോടതിയിൽ നിയമിക്കണമെന്ന്. അന്ന് അച്യുതാനന്ദൻ ഗവൺമെൻറ് ആയിരുന്നു. പക്ഷേ 2011 UDF സർക്കാർ യാത്രാ നിരോധനമായി അത് കോടതിയിൽ വാദിക്കുന്നതിന് വേണ്ടി പ്രഗത്ഭനായ ഒരു വക്കീലാണ് ഗോപാൽ സുബ്രഹ്മണ്യത്തെ. അദ്ദേഹത്തെ സെലക്ട് ചെയ്ത് MI ഷാനവാസ് MP കേസെടുക്കാൻ വേണ്ടി 120 രൂപ പ്രോസസ് ഫീസ് അടച്ചതും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. പിന്നെ സുപ്രീം കോടതിയിലൊരു കേസ് ഒരു MPക്കോ അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്ക് വാദിക്കാൻ കഴിയില്ല. ഗവൺമെൻറ് നിർദ്ദേശം മനസ്സിലാക്കി അഡ്വക്കേറ്റിന് വെക്കാൻ മാത്രമേ കഴിയുള്ളൂ. ആ കേസ് നടന്നുകൊണ്ട് അതിൽ വളരെ വ്യക്തമായ ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുപോലെ റെയിൽവേ കേന്ദ്ര ബഡ്ജറ്റിൽ അതിന് മൊത്തം ടോട്ടൽ ചിലവ് വരുന്നത് ശ്രീധരൻ്റെ എഞ്ചിനീയറുടെ റിപ്പോർട്ട് അനുസരിച്ച് 6000 കോടിയാണ്. അതിൽ 51% തുകയും കേരളം വഹിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ആ തീരുമാന അടിസ്ഥാനത്താണ് കേന്ദ്ര ഗവൺമെൻറ് 3000 കോടി രൂപ ബഡ്ജറ്റിൽ കൊണ്ടുവന്നത്. അത് കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചെന്ന് കണ്ടു. നരേന്ദ്രമോദി നിവേദനം കൊടുത്തു. അങ്ങനെയാണ് ശ്രീധരൻ ചുമതലപ്പെട്ടത്. അത് അതിവേഗം മുന്നോട്ട് പോയതാണ്. പക്ഷേ അവസാന ഘട്ടത്തിൽ അത് എവിടെയും എത്താത്ത രൂപത്തിൽ ഇന്നത്തെ ഗവൺമെൻറ് അത് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആദിവാസി സമൂഹത്തിൽ സ്വാധീനമുള്ള CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഇത്തവണ ഇടതുമുന്നണിക്കൊപ്പമാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ NDAയ്ക്കൊപ്പമായിരുന്നു CK ജാനു. 2016 നിയമസഭയിലേക്ക് NDA സ്ഥാനാർത്ഥിയായി CK ജാനു മത്സരിക്കുകയും ചെയ്തു. ജാനുവിലൂടെ ആദിവാസി ദളിത് വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാമെന്ന കണക്കുകൂട്ടൽ ഇത്തവണ ഇടതുമുന്നണിക്കുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സംഭവമായിട്ട് ഞങ്ങളിപ്പോൾ ഒരു ഇടതുപക്ഷ അനുകൂല നിലപാട് സ്വീകരിച്ച് അതിനോടൊപ്പം നിൽക്കുക എന്നുള്ള ഒരു ഇതിലാണിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് പാർട്ടി എന്നുള്ള നിലയിൽ എടുക്കണം എന്നുള്ള ഒരു കാര്യം അടുത്ത ദിവസം ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടുന്നുണ്ട്. ആ മീറ്റിംഗിൽ കുറിച്ച് വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യുകയും ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യും. മുന്നണികളിലെ സ്ഥാനാർത്ഥികളാരെന്നതിനെപ്പറ്റി അഭ്യൂഹങ്ങൾ മാത്രമാണ്. ശക്തമായ അടിത്തറയുള്ള മണ്ഡലത്തിൽ ഒരു ഈസി വാക്കോവർ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് UDF. ഷാനിമോൾ ഉസ്മാൻ, T സിദ്ദിഖ്, MM ഹസൻ, VV പ്രകാശ് തുടങ്ങിയ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒരു 10-25 പേരെങ്കിലും ചുരുങ്ങിയത് വയനാട് മണ്ഡലത്തിന് വേണ്ടി രംഗത്തുണ്ട്. KPCCയിലെ സമുന്നതരായ ആളുകൾ
പിന്നെ മുകളിൽ തട്ടിലുള്ള ആളുകൾ മുതൽ താഴ്ത്തട്ടിലുള്ള ആളുകൾ വരെ നിരനിരയായി വയനാടിന് അവകാശവാദം ഉന്നയിക്കുന്നു. ഷാനിമോൾ ഉസ്മാനും ടി സിദ്ദീഖുമാണ് ഒരു ഘട്ടത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന ആളുകൾ. ടി സിദ്ദീഖ് അവകാശവാദം ഉന്നയിച്ചു വന്നപ്പോൾ സ്വാഭാവികമായും ഐ ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണ് വയനാട് പാർലമെൻറ്റ് മണ്ഡലം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഐ ഗ്രൂപ്പ് വളരെ ശക്തമായ പ്രതിരോധമുയർത്തി. അതുകൊണ്ട് തന്നെ ഷാനിമോൾ ഉസ്മാൻ്റെ പേര് മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ വളരെ പ്രമുഖരായ ആളുകൾ തങ്ങൾക്ക് ഇപ്പോൾ KPCC മുൻ പ്രസിഡന്റ് MM ഹസൻ അടക്കമുള്ള ആളുകൾ ഈ സീറ്റിന് വേണ്ടി ശക്തമായ അവകാശവാദവുമായി രംഗത്തുണ്ട് എന്നാണ് സൂചന. ഈ ഒരു സാഹചര്യത്തിൽ വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക എന്നത് KPCCയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെയധികം വെല്ലുവിളി നേരിടുന്ന ഒരു കാര്യമാണ്. സത്യൻ മൊകേരിയെ വീണ്ടും മത്സരിപ്പിച്ചാൽ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് CPIയുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ MI ഷാനവാസിനെ ഭൂരിപക്ഷം നേടിക്കൊടുത്തത് മലപ്പുറത്തെ മണ്ഡലങ്ങളാണ്. അതിനാൽ തന്നെ PP സുനീറിനെ കളത്തിലിറക്കി ചുരത്തിന് താഴെയുള്ള പ്രദേശങ്ങൾ കൂടി ഒപ്പം നിർത്താമെന്ന കണക്കുകൂട്ടലും CPIക്കുള്ളിലുണ്ട്. UDFിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളിലാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ LDF അവരുടെ സാധ്യതകളെ പരിഗണിക്കുന്നത്. അതാണ് പ്രധാനമായ കാര്യം. ശക്തനല്ലാത്ത അല്ലെങ്കിൽ വളരെ എളുപ്പം കീഴടക്കാൻ കഴിയുമെന്ന് തോന്നുന്ന ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അണിനിരത്തിക്കൊണ്ട് UDFിൻ്റെ കോട്ടയിൽ ശക്തമായ ഒരു ബലപരീക്ഷണം നടത്തുക എന്ന ഒരു അജണ്ടയിലാണ് LDF നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ PP സുനീറിനെ CPI നേതാവ് PP സുനീറിനെ രംഗത്തിറക്കിയിട്ടുണ്ടെങ്കിലും ഒരു അവസാന വാക്ക് എന്ന നിലയിൽ തങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഇതുവരെ LDF നേതൃത്വം വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടില്ല. കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കി വയനാട് സീറ്റ് കഴിഞ്ഞ തവണ 20,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മാത്രം UDF കടന്നു കയറിയ മണ്ഡലത്തിൽ ഇളക്കമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ LDFിനുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ BJP വോട്ട് വിഹിതം കൂട്ടിയിരുന്നു. മണ്ഡലത്തിൽ പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും ഇത്തവണ ശബരിമല വിഷയത്തിൽ ഊന്നി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാനാണ് BJP ഇറങ്ങുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെയും കണക്കിൽ അങ്ങനെയാണ് വരുന്നത്. ഏതാണ്ട് 1,00,000-അടുത്ത് വോട്ടുകൾ. അപ്പോൾ ആ 1,00,000 എന്നുള്ളതിലൊക്കെ വളരെ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം പേർ BJPയിലേക്ക് വരുന്നു. ഇന്നലെയും മെനയാന്നുമൊക്കെ ആയിട്ട് ധാരാളം ഞങ്ങളുടെ പുതിയ ആൾക്കാർ BJPയിലേക്ക് വരുന്ന സ്വീകരണ യോഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ഉണ്ടായിട്ടുള്ള മാറ്റം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനങ്ങൾക്ക് കൊടുക്കുന്നുള്ള ചില ആശ്വാസ നടപടികൾ, ഇത് ജനങ്ങളെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ PM കിസാൻ സമ്മാന പദ്ധതി 2,000 രൂപ കിട്ടിയത് കർഷകർക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഇത് BJP വോട്ടാക്കി മാറും, ഞങ്ങൾക്കത് ഗുണപരമാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടൊരു വിജയസാധ്യത എന്നുള്ളൊരു മലയോര ജില്ലയും എന്ന നിലയ്ക്ക് നിലമ്പൂർ അടക്കമുള്ള പ്രദേശങ്ങൾ ആദിവാസികൾ ഉള്ള പ്രദേശം എന്ന നിലയ്ക്കും അവരുടെയൊക്കെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. UDFിൻ്റെ ഉരുക്കുകോട്ടയെന്നും LDFിൻ്റെ ബാലികേറാമലയെന്നുമാണ് വയനാട് അറിയപ്പെടുന്നത്. UDFിൽ സ്ഥാനാർത്ഥികൾ ചുരം കയറി ക്യൂ നിൽക്കുന്നതും അതിനാൽ തന്നെ. LDF ആകട്ടെ ആത്മവിശ്വാസം ഇത്തിരി കൂടുതലുണ്ട് ഇത്തവണ. കാരണം MP വീരേന്ദ്രകുമാറിൻ്റെ LJD ഒപ്പമുണ്ട്. CK ജാനുവും മുന്നണിയോട് സഹകരിക്കുന്നു.